ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയുള്ള ഏലഗിരി എന്ന ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഏലഗിരി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഹോസ്കോട്ടെ കൂടി ബാംഗ്ലൂർ ചെന്നൈ ഹൈവേയിൽ വഴി ബത്തലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് എല്ലാം കടന്ന് ആമ്പൂരിലൊരു മീറ്റപ്പ് പോയിൻ്റ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ വെച്ച് നമ്മുടെ ഫ്രണ്ട് ദീപക്കിനെ മീറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ നേരെ ഏലഗിരി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹോസ്കോട്ടെ ടോൾ ഗേറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബൈക്കേഴ്സിൻ്റെയും മോർണിംഗ് ഒരു മീറ്റപ്പ് പോയിൻ്റാണിത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം ഒത്തിരി റൈഡേഴ്സ് ഇന്ന് മീറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സൺഡേ ആയതുകൊണ്ട് ഒത്തിരി റൈഡ്സും പ്ലാനിലുണ്ടാകും എല്ലാവർക്കും. നമ്മളിന്ന് പോകുന്ന റൂട്ടിൽ കുറച്ച് ദൂരം ആന്ധ്രാപ്രദേശ് കൂടിയാണ് പോകുന്നത്. വെങ്കട്ടഗിരി കോട്ട, നായിക്കനേരി ഈ പ്രദേശങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമിഴ്നാട്ടിൽ ബത്തലപ്പള്ളി ഫോറസ്റ്റിലൂടെ ആയിരിക്കും പിന്നെ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ ഒത്തിരി ദൂരം ഓടിയതിന് ശേഷം ബത്തലപ്പള്ളി ഫോറസ്റ്റിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ദൂരം ഹൈവേ ഓടി വന്നുകൊണ്ടാണെന്നറിയില്ല, ഇതുപോലെ ലഷ് ഗ്രീനറി കാണുമ്പോൾ നല്ലൊരു കണ്ണിനൊരു കുളിർമ കിട്ടുന്ന കാഴ്ചയാണ്. ശരിക്കും ഇത് ആന്ധ്രയുടെയും തമിഴ്നാടിൻ്റെ എല്ലാം വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള വില്ലേജാണ്. ഈ ഫോറസ്റ്റ് ആക്ച്വലി ആന്ധ്രയിലും തമിഴ്നാട്ടിലുമായിട്ട് പടർന്നാണ് കിടക്കുന്നത്. റോഡെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓടിച്ചു പോകാനും നല്ല രസമുണ്ട്. ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഓടി വന്നതിന് ശേഷം ചൂടിൻ്റെ കാഠിന്യം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും തണുപ്പെന്ന് പറയാനില്ല. പക്ഷേ ബൈക്ക് റൈഡ് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ്. കാരണം റോഡ്സ് വളരെയധികം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാഴ്ചകൾ നല്ലതാണ്. ബോറിംഗ് ഹൈവേസ് അല്ല, ഫോറസ്റ്റുകളുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റിയ റൂട്ടാണ്. ഇപ്പോൾ നമ്മൾ ഹെയർപിൻ കയറി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമ്പൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 3/4 മണിക്കൂറിൽ നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് പോയിന്റിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രാമങ്ങളെ തൊട്ടറിഞ്ഞൊരു യാത്രയെന്ന് പറയില്ലേ, അതുപോലൊരു യാത്രയാണെന്ന് പറയാം ഇത്. കാരണം തമിഴ്നാടിൻ്റെ വളരെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമക്കാഴ്ചകളാണ് ഇതെല്ലാം. നിറയെ തെങ്ങും തോപ്പുകളും കൃഷികളും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. അങ്ങനെ ഉൾഗ്രാമങ്ങളെല്ലാം കടന്ന അവസാനം നമ്മൾ ഹൈവേയിലെത്തി. ഹൈവേ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഗ്രാമം തന്നെയാണ് രണ്ട് സൈഡിലും. പക്ഷേ വലിയ റോഡുകളുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രം. ഹൈവേ കയറിയതിന് ശേഷം നമ്മൾ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നമ്മുടെ ഫ്രണ്ടായ ദീപക്കിനെ മീറ്റ് ചെയ്തു. ദീപക്ക് വരുന്ന ചെന്നൈയിൽ നിന്നായിരുന്നു. നമ്മൾ ഏകദേശം ഒരു മിഡിൽ പോയിന്റിലാണ് മീറ്റ് ചെയ്തത്. ഹോട്ടലിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ആയിരുന്നു നമുക്ക് ഏലഗിരി ഹിൽസിലേക്കുള്ളത്. പൊന്നേരി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് ഏലഗിരി ഹിൽസിലേക്ക് പോകാനുള്ളത്. ഹെയർപിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ചവിട്ടി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ കംസ് ദ ഔട്ട്പുട്ട്.
അങ്ങനെ നമ്മൾ ഏലഗിരി ഹിൽസ് കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നമ്മളെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫണ്ടറ പാർക്ക് എന്ന് പറഞ്ഞൊരു മൃഗങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു പാർക്കാണ്. ഏലഗിരിയിൽ അങ്ങനെ അധികം സ്ഥലങ്ങൾ കാണാനില്ല, പോകുന്ന ഒരു റൈഡ് എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ നമുക്ക് അധികം വലിച്ചു കിട്ടാതെ അതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഏകദേശം എൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ തന്നെ കയറി. അവിടുത്തെ ആൾ അത്യാവശ്യം നമ്മുടെ അടുത്ത് സംസാരിക്കുകയും എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം ചോദിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഓക്കെ, പിന്നെ അടുത്ത റൈഡ്. നമ്മളിങ്ങോട്ട് വന്ന വഴിയായിരുന്നില്ല തിരിച്ചു പോയത്. ഇത് നല്ല റൂട്ട് തന്നെയായിരുന്നു. ഉൾവഴികളൊക്കെ കയറി ഗ്രാമത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് നല്ലൊരു റൈഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ റൈഡ് ഇവിടെ തീരുകയാണ്. പിന്നെ അടുത്ത റൈഡിൽ കാണാം. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.